ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നേഹക്കുട്ടീനെ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് മഞ്ചേരിയിലോട്ട് പോകുക കേട്ടോ. ഫസ്റ്റ് ടൈം നമ്മൾ നിലമ്പൂരിൽ നിന്ന് ഒരു സ്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞു. മഞ്ചേരിയിൽ എനിക്ക് പരിചയമുള്ളൊരു ഡോക്ടറുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് പോകാൻ ഇറങ്ങിയപ്പോൾ അതേ ഫുള്ള് തോടും പാടവും എല്ലാം നിറഞ്ഞു കിടക്കും കേട്ടോ. തിരിച്ചു വരുമ്പോൾ ശരിക്കും ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടാട്ടോ പോണത്. അപ്പോൾ നമ്മൾ ഇച്ചിരി ബിസി ആയതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത് പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പോൾ എടുത്ത വിഷ്വലാട്ടോ. ഇപ്പം ഏകദേശം നമ്മൾ ആ പാടമൊക്കെ നിറഞ്ഞു കണ്ടിരുന്നില്ലേ, അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇറങ്ങുമ്പോൾ ചെറിയൊരു മഴയുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നേഹക്കുട്ടീനെ പുറത്തിറക്കിയില്ല. ഇനിയിപ്പോൾ മഴയൊന്നും കൊള്ളിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. ഹലോ, അപ്പോൾ നമ്മളിന്ന് നേഹക്കുട്ടീനെയും കൊണ്ട് സ്കാൻ ചെയ്യാൻ പോയിട്ട് തിരിച്ചു വരും കേട്ടോ. കാണുന്നുണ്ടോ, പാടമാണ് മൊത്തം വെള്ളം. എൻ്റെ ഫോണും ഇത് കാണുന്നുണ്ടോ, ഇതൊരു ഓവുപാലമാണ്. അതിൻ്റെ താഴെ വെള്ളം കണ്ട. സൂപ്പറാ. ഇതിലൊക്കെ വെള്ളം കയറി കിടക്കും. അപ്പം അവിടെ കാണുന്ന വീട്ടിലൊക്കെ വെള്ളം കയറുമോ വയസ്സിലാക്ക? ഇവിടെയൊക്കെ വെള്ളമാണ്. ഓപ്പോസിറ്റ് സൈഡ് ഞാൻ കാണിക്കാം. വാവ്, ഇതേണ്ട അതിൻ്റെ ഓപ്പോസിറ്റ് കേട്ടോ. നമ്മുടെ വണ്ടി അവിടെ കിടക്കുന്ന ഇതിലെ ഒരു ചെറിയ നട റോഡുണ്ട്. ഈ റോഡെല്ലാം മുങ്ങിപ്പോകട്ടെ അവിടെ വെള്ളം കയറുമ്പോൾ. കാണുന്നുണ്ടോ, മൊത്തം വെള്ളം, മുഴുവൻ വെള്ളം കയറി കിടക്കും. ഈ വെള്ളമാണ് നമ്മളപ്പുറത്ത് ചാടുന്നത് കണ്ടത്, ആ ഓപാലത്തിൻ്റെ അപ്പുറത്ത് കേട്ടോ. ഇവിടെയും ഫുള്ള് വെള്ളം. ഇത് ഇങ്ങനെ വെള്ളം കയറാൻ കാരണം എന്താണെന്നറിയോ? ഈ ആ ഒരു ബോർഡ് കാണുന്നില്ലേ, നമ്മുടെ സ്വരാജിൻ്റെ ബോർഡാണ്. അതിൻ്റെ അപ്പുറത്ത് തോടാണ്. ആ തോട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പോകുന്ന സമയത്ത് ആ തോട്ടിൽ നിന്ന് നിറഞ്ഞിട്ട് വെള്ളം കയറുന്ന കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് വീണ്ടും വണ്ടിയെ കയറി കേട്ടോ. ഇനി വീട്ടിൽ പോവുകയാണ്. പോകുന്ന വഴിക്ക് ഇതേ ഈ കാണുന്ന പാലം ഉണ്ട് കേട്ടോ ഇവിടെ. അതാണ് തോട്. ഈ തോട് നിറഞ്ഞിട്ടാണ് ആ പാടത്തെല്ലാം വെള്ളം കയറിയിരിക്കുന്നത്. അപ്പോൾ മനോഹരമായ വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരേക്കും എല്ലാവർക്കും ബൈ.